ഹായ് ഓൾ. ഗുഡ് ബോയ് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു പുതിയ അമേരിക്കൻ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയാണ്. മൃഗങ്ങൾ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ പല ഭാഷകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇതിലൊരു നായയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്നാണ് ആ നായയുടെ പേര്. ടോഡ് എന്നൊരാളാണ് ഈ ഇന്ത്യ എന്ന നായയുടെ യജമാനൻ. ഈ ടോഡിന് ശ്വാസകോശ സംബന്ധമായ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ആളാണ്. അദ്ദേഹം തന്റെ മുത്തച്ഛന്റെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഈ മുത്തച്ഛൻ മുമ്പേ മരണപ്പെട്ടു പോയ ഒരാളാണ്. ആ വീട് ഒരു വനപ്രദേശത്താണുള്ളത്. അപ്പൊ ഈ ടോഡും ഇന്ത്യയും കൂടി ആ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ആ വീട്ടിൽ അമാനുഷികമായിട്ടുള്ള കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഈ ടോഡിനെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ എന്ന നായ ശ്രമിക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് കഥാപാത്രങ്ങളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. അവരെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയില്ല. വളരെ കുറച്ച് കഥാപാത്രങ്ങളെ വെച്ച് ലോ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണിത്. ജംപ് സ്കെയർ സീൻസ് ഉള്ളത് കൊണ്ട് തന്നെ പേടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ ജംപ് സ്കെയർ സീൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഷെയ്ൻ ജോൺസൺ, ഏരിയൽ ഫ്രീഡ്സ്മാൻ ഒക്കെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. മൃഗങ്ങൾക്ക് അമാനുഷികമായ കാര്യങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഒരു നായയുടെ കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ഈ സിനിമ കാണാൻ, അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ഈ സിനിമ ശരിക്കും അതിന്റെ ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മുടെ മനുഷ്യന്റെ ആ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കഥ അത്ര അങ്ങോട്ട് ആസ്വാദനം ലഭിക്കത്തില്ല. അഡൽട്ട് കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും ഹൊറർ സീൻസ് ഉള്ളത് നമ്മളെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യിക്കുന്നതാണ്. ഇതിന്റെ നെഗറ്റീവായി തോന്നിയ കാര്യം, ഇതൊരു ഷോർട്ട് ഫിലിമിൽ ചെയ്യാനുള്ള ഒരു പ്ലോട്ട് മാത്രമേ, ആ ഒരു ചെറിയ ഒരു സബ്ജക്റ്റ് ആണിത്. പക്ഷെ അവരിത് ഫിലിമാക്കി ചെയ്തത് കൊണ്ട് തന്നെ ഇത് ഒച്ചഴയുന്നത് പോലെ ലാഗായിട്ട് വളരെ സ്ലോ ഫ്ലോയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അത് ഇതിന്റെ ഒരു നെഗറ്റീവായി തോന്നി. അഡൽട്ട് കണ്ടന്റ് ഇല്ലെങ്കിലും ഇത് സ്ട്രിക്ട്ലി 16+ മൂവിയാണ്. വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് പറയാവുന്ന ഒരു മൂവിയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.